ഗാന്ധിജിയെ കൊന്നവരുടെ കേരള സ്റ്റോറി 2. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സേവാദികളുടെ മനസ്സുള്ളവർക്ക് മാത്രമേ കേരള സ്റ്റോറി 2 പോലെ ഉള്ള ഒരു വൃത്തികെട്ട, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, ചീപ്പ് ആൻഡ് വൾഗർ പ്രൊപ്പഗാൻഡ, ആഭാസ പ്രൊപ്പഗാൻഡ എടുക്കാൻ കഴിയും. ഇതിന്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് രക്തം തിളയ്ക്കും. ഒരു ഉളുപ്പും നാണോ മാനവും ഇല്ലാതെ ബാസ്റ്റാർഡ് ലൈസ് പറയാൻ യാതൊരു മടിയും ഇല്ലാത്തവർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ ട്രെയിലറിലെ ചില ഭാഗങ്ങൾ അത്യന്തം പ്രകോപനപരമാണ്. ഇത് കണ്ട എനിക്ക് എന്റെ മുസ്ലിം സഹോദരങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്കതില് വേദനയും വിഷമവും തോന്നും, ദേഷ്യം തോന്നും. പക്ഷേ ഓർക്കുക, മഹാത്മാഗാന്ധി ഇവർ വെറുതെ വിട്ടില്ല, പിന്നാണോ നിങ്ങളെ. അതുകൊണ്ട് ഇത്തരം തീവ്ര നിയോ നാസികൾ, അർബൻ നാസികൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇത്തരം അർബൻ ഫാസിസ്റ്റുകൾ ലോകത്ത് എല്ലാ രാജ്യത്തും ഉണ്ട്, നമ്മുടെ രാജ്യത്തും ഉണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇതേപോലുള്ള എക്സ്ട്രീം വലതുപക്ഷത്ത് നിൽക്കുന്ന തീവ്ര വലതുപക്ഷ, തീവ്ര ഫാസിസ്റ്റ്, അർബൻ നാസി പ്രൊപ്പഗാൻഡ പൊളിച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് സമചിത്തതയോടെ, സ്നേഹത്തോടെ, പോസിറ്റീവായി നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയണം. വൃത്തികെട്ട ആഭാസമാണ് ഈ സാധനം, വൾഗർ പ്രൊപ്പഗാൻഡയാണ് ഈ സാധനം. ഒരു ഹിന്ദു പെൺകുട്ടി പറയുന്നു, ഞാൻ അങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചാലും ബീഫ് കഴിക്കില്ല. അപ്പൊ രണ്ട് മുസ്ലിം സ്ത്രീകളും ഒരു പുരുഷനും കൂടെ അവളെ പിടിച്ചിരുത്തി മൂക്ക് പൊത്തി അവളുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്നു. ഇതൊക്കെയാണ് അതിലുള്ളത്. ഇത് മാത്രമല്ല, കുറെ വൾഗറായ റെഫറൻസും ഉണ്ട്. ഞാൻ ആദ്യം ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കാര്യം എന്തിനാ ചെയ്യുന്നത്, അത് കൂടുതൽ റീച്ച് ആകുകയല്ലേ. അങ്ങനെയല്ല. നമ്മളിത് ചെയ്തില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ചർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഇപ്പൊ നിർബന്ധിത മതപരിവർത്തനം പോലൊരു വിഷയത്തെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുന്നതല്ല ഇത്. പകരം മനഃപൂർവ്വം മുസ്ലിം സമൂഹത്തെ കരിവാരി തേക്കാനും വൾഗർ പ്രൊപ്പഗാൻഡയിലൂടെ അധിക്ഷേപിക്കാനും ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതാണ് ഈ സാധനം. ഇതിന്റെ എന്താ പറയണേ, എനിക്കിതിൽ ഏറ്റവും ദേഷ്യം തോന്നിയത്, ഒരു ഉമ്മ, അതായത് നമ്മളെല്ലാം അമ്മയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഏറ്റവും ആദരവോടുകൂടി കാണുന്നതാണ്. ഒരു ഉമ്മയും മകനും കൂടെ അടക്കം അങ്ങനെ ഹിന്ദു പെൺകുട്ടികളെ കുടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത, ഞാൻ യൂഷ്വലി പറയാത്താണ്, ഞാൻ അങ്ങനെ സ്ട്രോങ് ആയി പറയത്തല്ല, അതാണ് തന്തയില്ലാത്ത പ്രൊപ്പഗാൻഡ ചെയ്യുന്നവന്മാരാണ് ഇവർ. എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കണ്ടിട്ട് അത്രമാത്രം ദേഷ്യം തോന്നും. ഇത്രയും വൾഗറായ, ചീപ്പായ സാധനം നമുക്ക് റിജക്ട് ചെയ്യാൻ കഴിയണം. ഇതിനെ വിവാദം എന്ന് വിളിച്ച്, അതായത് വിവാദ മൂവി എന്നൊന്നും പറയരുത്. വിവാദം എന്ന വാക്കിന് പോലും ഒരു പോസിറ്റീവ് ഉണ്ട്. ഇത് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ, ഗോഡ്സേവാദ രാഷ്ട്രീയത്തിന്റെയാണ്. ഇതിനെ പോസിറ്റീവായ വിവാദമാണെങ്കിൽ ആൾക്കാരെന്തോ നല്ലതാണ്, ഇരുവശങ്ങളുണ്ട് എന്നൊക്കെ കരുതും. ഇതിന് ഒരു ഇരുവശവും ഇല്ല. ഇത് വെറും ഹിറ്റ്ലറുടെ കാലത്തെ നാസി പ്രൊപ്പഗാൻഡ പോലെയുള്ള ചീപ്പാണ്, വൾഗറാണ്, ആഭാസമാണ്. അതുകൊണ്ട് വളരെ മോശകരമായൊരു സാധനമാണിത്. ഇതിനെതിരെ കേരളീയ സമൂഹം ജാഗ്രത പാലിക്കണം. ശക്തമായി ഇത്തരം കാര്യങ്ങളെ വിമർശിക്കണം. കേരളത്തിൽ പറ്റുമെങ്കിൽ നമ്മുടെ തിയേറ്ററുകളൊന്നും ഇതിന് സ്ഥലം പോലും കൊടുക്കരുത്. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്നതാണ്. ഇതിന്റെ വിഷമം എന്താ അറിയോ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ശരിയാന്ന് പോലും വിശ്വസിക്കുമല്ലോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ കേരളത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ കുറിച്ചും പല നാടുകളിലെ മുസ്ലിങ്ങളെ കുറിച്ചും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയും കൂടെ ചെയ്യുമെന്നുള്ളതാണ്. എന്തൊരു ആഭാസമാണ് ഈ സാധനം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൽ ഏതൊക്കെ കാണിക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതില് ഭയങ്കര വൾഗറാണ് ഇത്. ഞാന് ഇനി അടുത്ത തവണ ഇത് നാഷണൽ അവാർഡ് കൊടുക്കരുത്. മോദിജിയുടെ കൂടെ ഉള്ള ആൾക്കാർ കാണുകയാണെങ്കിൽ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തതുപോലെ ഇതിനൊരു ദേശീയ പുരസ്കാരം കൊടുക്കരുത്. ഭയങ്കര മോശമാണ് ഇത് കാണിക്കുന്നത്. കേരള സ്റ്റോറിക്ക് കൊടുത്തു തന്നെ വളരെ മോശമായിരുന്നു. കേരളത്തിലെ 3 പെൺകുട്ടികളുടെ കഥ 32,000 പേരുടെ കഥയായി അതിശയോക്തിവൽക്കരിച്ച് കാണിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയും പ്രൊപ്പഗാൻഡ അടിക്കുകയും ചെയ്യുന്ന സാധനങ്ങൾക്ക് ദേശീയ പുരസ്കാരമൊക്കെ കൊടുക്കുന്നത് വളരെ മോശമാണ്. ഇതിലെ ഞാൻ ട്രെയിലർ കാണിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിക്കുന്നില്ല. കാര്യം അത്രമാത്രം മോശമാണ് ഈ സാധനങ്ങൾ. അതുകൊണ്ട് ഇത് ചെയ്യുന്നവർക്ക് ഓർക്കുക, ഹിന്ദുക്കളോട് യാതൊരു സ്നേഹവും ഇല്ല. നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കാനാണ്, നമ്മൾ ഹിന്ദുക്കളെ പേടിപ്പിച്ച് പറ്റിക്കാൻ, അതിലൂടെ കാശുണ്ടാക്കാൻ, ഹിന്ദു മുസ്ലിം കലാപവും വിരോധവും ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭമെടുക്കാൻ നിൽക്കുന്ന തിന്മയുടെ വക്താക്കളാണ്. ആസുരികവും തിന്മയിലും മ്ലേച്ഛകരമായ വക്താക്കളാണ് ഈ സിനിമയുടെ ആൾക്കാർ. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിനൊരു ഡിസ്ലൈക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ എനിക്ക് തോന്നുന്നു നമുക്ക് ഫ്ലാഗ് ഒക്കെ ചെയ്ത് കമ്മ്യൂണിറ്റി ഫ്ലാഗും റിപ്പോർട്ട് ചെയ്യാം. ഹെയ്റ്റ് സ്പീച്ച് ആണ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് വളരെ വളരെ മോശകരമാണ്. തീർച്ചയായിട്ടും ഇത് ഇസ്ലാമോഫോബിക് പ്രൊപ്പഗാൻഡയാണ്. ഇതിനെ എതിർക്കാൻ നമ്മൾ ഹിന്ദുക്കൾ മുമ്പോട്ട് വരണം. നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കാനും മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും വേണ്ടിയാണത്. ഞാനതിലെ ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നില്ല. കാര്യം കാണുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഓൾറെഡി കണ്ടു കാണും, അവർക്ക് വിഷമമുണ്ട്. പക്ഷെ എനിക്കത് കാണിക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അത്രയധികം അപലപനീയമായൊരു സാധനമാണ്.
ഇത്തരം ഫാസിസം നശിക്കട്ടെ, അല്ലെങ്കിൽ നിയോ നാസിസം നശിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. വൾഗറും വൃത്തികേടുമാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. ഞാൻ എന്തായാലും അതൊന്നും കാണിക്കുന്നില്ല. വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. എനിക്കിതിൽ കാണിക്കാൻ പോയ കാര്യം അത്രമാത്രം വൃത്തികേടും വിദ്വേഷവുമാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ തന്നെ കാണുക. അതായത് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നതിന്റെ സാധനം, അതിന് മതവൽക്കരിക്കുക, ഇങ്ങനെ കൊടുക്കും പോകുന്ന സാധനം, വീട്ടുകാരൊരുമിച്ചാണ് ഇത് കൊടുക്കുന്നത് തുടങ്ങി മുസ്ലിം കുടുംബങ്ങളെയും മുസ്ലിം ചെറുപ്പക്കാരെയും അടക്കം ആഭാസവും അസഭ്യവും പറയുന്ന ഒരു സാധനമാണ്. കാലം ഇതിനെ കണക്ക് ചോദിക്കും എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട്, കാലവും സത്യവും ദൈവവും ഇതിനെ കണക്ക് ചോദിക്കും. യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദുക്കൾ മുഹമ്മദ് ദീപക്കിനെ പോലെ, ദീപക് കുമാർ എന്ന ഹനുമാൻ സ്വാമിയുടെ വിശ്വാസിയെ പോലെ നിങ്ങൾ തീവ്ര ഹിന്ദുത്വവാദികളോട് കണക്ക് ചോദിക്കും. കാലം അങ്ങനെ എഴുതി വെച്ചിരിക്കുമെന്ന് മാത്രം ഓർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.